അവളുമൊത്തൊരു മൂന്നാർ യാത്ര. രചന ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മോനെ, നീ അവളെയും കൂടി മൂന്നാർക്ക് പോകുന്നൊക്കെ കൊള്ളാം. പക്ഷെ വീണ്ടും അവിടെ വലയിലെങ്കിൽ പോയി വീണേക്കരുത്, പറഞ്ഞേക്കാം. അല്പം താക്കിയതോടെ എന്റെ അമ്മ ശാന്തകുമാരി അതും പറഞ്ഞ് ഉമ്മറത്തെത്തുമ്പോഴേക്കും ഞാൻ ഹെൽമെറ്റ് തലയിലും കമിഴ്ത്തി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എങ്കിലും അമ്മ അത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ ഒന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് തലയിൽ വെച്ച് നീട്ടിയൊന്ന് മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അവിടെ നിന്നും ഞാൻ നേരെ പോയത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കാണ്. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ റോഡിൽ തിരക്ക് നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ ആ റോഡിന്റെ ആ മൂലയിൽ ബുള്ളറ്റ് നിർത്തി അതിൽ അവളെയും കാത്തിരുന്നു. ഉച്ച കഴിഞ്ഞെങ്കിലും നല്ല വെയിലുണ്ട്. ഞാൻ വാച്ചിലേക്ക് നോക്കി. സമയം 2:30. ഈ നാശം പിടിച്ചവിടുത്തെ എവിടെ പോയി കിടക്കുക? ഞാൻ അതും പിറുവിട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ അച്ഛന്റെ വെള്ള സ്വിഫ്റ്റ് കാറിന്റെ മുമ്പിൽ വന്നിരുന്നു. അതിൽ നിന്ന് എന്റെ ഭാര്യ, സോറി എന്റെ ഭാര്യയായിരുന്നവൾ, ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നവൾ, ഒരു വലിയ ബാഗും തോളിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും. അവളെ കണ്ടപ്പോഴേക്കും എന്റെ മുഖമൊന്ന് കനത്തു. പിന്നെ അവളാണെന്ന് സങ്കല്പിച്ച ആ ബുള്ളറ്റിന് ഒരു ചവിട്ടും കൊടുത്ത് അത് സ്റ്റാർട്ട് ചെയ്ത് ആ കാറിലേക്ക് നോക്കി ഞാൻ നിന്നു. മോളെ അനു, അവന്റെ കൂടെ പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഒരിക്കലും അവന്റെ വലയിലെങ്ങും പോയി വീഴല്ലേ. ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവിടെ അച്ഛൻ സുശീലൻ മോളോട് പിറുപിറുക്കുന്ന അങ്ങോട്ട് നോക്കി ഞാൻ നന്നായി തന്നെ കേട്ടു. അവളൊന്ന് നീട്ടി മൂളി. പിന്നെ അച്ഛന് ടാറ്റയും പറഞ്ഞ അവിടെ എൻ്റെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഞാൻ അവളെ സൂക്ഷിച്ചൊന്നും നോക്കാൻ മറന്നില്ല. നീല ജീൻസും വെള്ളക്കളർ ലോങ് ടോപ്പുമാണ് വേഷം. മുടി മുകളിലേക്ക് എങ്ങനെയൊക്കെ ഉരുട്ടി കെട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒരുക്കങ്ങളൊന്നുമില്ലെങ്കിലും ഈ ശവ ഒരു സുന്ദരി തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വഭാവം അതിലല്ലേ കാര്യം. എല്ലാം എൻ്റെ വിധി. ഞാൻ അതും പിറുപിറുത്തിരിക്കുമ്പോഴേക്കും അവൾ എൻ്റെ ബുള്ളറ്റിന്റെ പിന്നിൽ കയറിയിരുന്നു. എന്നെ വിട്ടാ അങ്ങോട്ട് മാറിക്കടി. എന്നെ അവളൊന്ന് ടച്ച് ചെയ്തും ഞാനൊന്ന് മുരണ്ടു. അത് കേട്ടത് അവൾ ഒന്നുകൂടി എന്നിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, താനായിട്ടൊരു ഡിസംബർ മാസം 17-ാം തീയതി ഇങ്ങോട്ട് വന്ന് മുട്ടിയതല്ലേ, അതുകൊണ്ട് ഈ മുട്ടുകൂടി അങ്ങ് സഹിച്ചു. അതും പറഞ്ഞ് അവൾ എൻ്റെ തോളിൽ കൈയും വെച്ചു. അവിടെ ആ ഒരു മറുപടി എൻ്റെ വായടഞ്ഞു പോയെങ്കിലും അവിടെ ആ സാമീപ്യം അതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവളോട് കയർക്കാനൊന്നും നിന്നില്ല. അവളെ ഒന്നുകൂടി പല്ലും കടിച്ച് കാണിച്ചുകൊണ്ട് ഞാൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ഇനി കുറച്ച് യാത്ര. ആ യാത്രയിൽ ഞാൻ ആയിരുന്നു, ഈ പുറകിലിരിക്കുന്ന സാധനം എനിക്ക് ആരായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനു ദാമോദരൻ, അച്ഛൻ ദാമോദരൻ നായർ, അമ്മ ശാന്തകുമാരി ദാമോദരൻ. പിന്നെ ഈ പുറകിൽ ഞെളിഞ്ഞിരിക്കുന്നത് എൻ്റെ പഴയ ഭാര്യ അനു സുശീലൻ. ഇനി ഞാൻ എന്നെപ്പറ്റിയും ആ പുറകിലിരിക്കുന്ന സാധനത്തെ പറ്റിയും വിശദമായി പറയാം, അതാവും നല്ലത്. എല്ലാവരും കേട്ടോ. ഞാൻ എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അടൂരിലൊരു മാരുതി ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് ഇവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നല്ല, ആദ്യമായിട്ട് ഞാൻ അവളോട് ഫോണിൽ സംസാരിക്കുന്നു. അന്നൊരിക്കലും എൻ്റെ കുഞ്ഞമ്മയുടെ മകൻ്റെ, അതായത് എൻ്റെ അനുജൻ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായ ഉണ്ണിയുടെ കൂടെ അവൻ്റെ വീട്ടിൽ നിന്ന് കപ്പ് ബിരിയാണി തിന്നുമ്പോഴാണ് അന്ന് ആദ്യമായിട്ട് അവളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. തീറ്റയിടയിൽ അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ടേബിൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഫോണിലേക്ക് പതിവില്ലാതെ ഞാനൊന്ന് നോക്കി. അനു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. സ്ക്രീനിൽ അങ്ങനെ കണ്ടുകൊണ്ടാണ്. അവനോട് പോലും ചോദിക്കാൻ ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഉണ്ണി, എൻ്റെ മാത്സ് ബുക്ക് നിന്റെ കയ്യിലല്ലേ, നാളെ കൊണ്ടുവരുമ്പോൾ അതിലെ ഹോംവർക്ക് കൂടി നീ ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയും മുന്നേ കലവിലാന്നുള്ള ആ ശബ്ദം എൻ്റെ ചെവിയിൽ തട്ടിയിരുന്നു. പിന്നെ ഫോണും കട്ടായി. ആരുടെ ഫോണ്? വായിലെ കപ്പ എങ്ങനെയാ കുത്തിയിറക്കി ഉണ്ണിയത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അത് കമ്പനിക്കാരാ. എന്തോ ആ സമയം എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. എന്തിനോ വേണ്ടി ഞാൻ അവൾ വിളിച്ച ആ നമ്പരും അവൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതൊക്കെ എന്തിനാണെന്ന് അറിയില്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാനാണ് എനിക്കപ്പോൾ തോന്നിയത്. എന്തോ ആ ശബ്ദത്തോട് എനിക്ക് എന്തൊക്കെയോ തോന്നുകയായിരുന്നു. അത് പ്രേമമായിരുന്നോ അതോ വെറും ഒരു അട്രാക്ഷൻ ആയിരുന്നു എന്നൊന്നും അറിയില്ലെങ്കിലും ഞാൻ കഴിപ്പുർത്തി ഉണ്ണിയുടെ മുറിയിലേക്ക് നടന്നു. അവനിപ്പോഴും ബിരിയാണിയോട് മല്ലിടുകയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ അവൻ്റെ ബുക്കുകൾക്കിടയിൽ അനു എന്ന പേരുള്ള ബുക്ക് വല്ലതുമുണ്ടോ എന്ന് തിരഞ്ഞു. ഉണ്ണിയുടെ കീറിയതും മഴവെള്ളം വീണ് ദ്രവിച്ചതും മടങ്ങി വിശറി പോലെയൊക്കെ ഇരിക്കുന്ന ആ ബുക്കുകൾക്കിടയിൽ നല്ല വൃത്തിയുള്ളൊരു ബുക്ക് ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ വൃത്തിയാണെന്നാൽ അറിയാം അത് ഈ കൂട്ടത്തിലുള്ളതല്ലെന്ന്. പിന്നൊന്നും നോക്കിയില്ല, ആവേശത്തോടെ ഞാൻ ആ ബുക്ക് കയ്യിലെടുത്തു. ഫ്രണ്ടിൽ അല്ലു അർജുൻ്റെ ഫോട്ടോകൾ ആ ബുക്ക് ഞാൻ മറിച്ചു നോക്കുമ്പോൾ കണ്ടു ആ പേര്, അനു സുശീലൻ. ഞാൻ ആ പേരിലൊന്ന് വിരലോടിച്ചു. എന്തോ ആ സമയം എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഞാൻ ആ ബുക്ക് മറിച്ച് നോക്കി. അതിൽ അവസാന പേജിൽ നാളത്തേക്കുള്ള ഹോംവർക്കിൻ്റെ ചോദ്യം മാത്രമായി കിടക്കുന്നു ഞാൻ കണ്ടു. എന്തോ അത് കണ്ടപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി. ഞാൻ ചുറ്റിലും കണ്ണോടിച്ച് ഒരു പേന കണ്ടുപിടിച്ചു. അതിൻ്റെ ക്യാപ്പ് മാറ്റി ആ മുന ആ പേപ്പറിലൂടെ ഓടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്പം ആഡംബരമായിട്ടാണ് ഞാനത് എഴുതിയെങ്കിലും ആകെ കൊള്ളായിട്ടുണ്ട്. എന്നാലും ഞാനത് മടക്കി അവിടെ തന്നെ വെച്ചു. പിറ്റേന്ന് രാവിലെ ഉണ്ണി അതൊന്നും അറിയാതെ അവിടെ ആ ബുക്കും വാരിക്കടി കോളേജിലേക്ക് വിട്ടു. അവൻ്റെ സൗകര്യം പോലെ അവനത് അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അവളൊന്ന് തുറന്നു നോക്കി ഞെട്ടിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കണ്ടത് അവളുടെ മുഖം ചുവന്നു.
പല്ലിയടിച്ചുകൊണ്ട് അവൾ ആ ബുക്ക് അവന്റെ നേരെ ഉയർത്തി. ഇതെന്താണെന്ന് ചോദിച്ചാൽ അവൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ അനു, ഇതെങ്ങനെ? അവൻ നിന്ന് വിക്കി വെറുക്കുമ്പോഴേക്കും അവൾ ചാടിത്തുള്ളി ക്ലാസ്സിലേക്ക് പോയിരുന്നു. ഉണ്ണിയാണെങ്കിൽ ആ കിളി പോയ അവസ്ഥയിൽ. അന്ന് പിന്നെ അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മിണ്ടിയതേയില്ല. അന്ന് കിളി പോയ ഉണ്ണി വൈകിട്ട് വീട്ടിലെത്തി. പക്ഷെ അതിനു മുന്നേ അവനെ കാണാനായി ഞാൻ അവന്റെ വീട്ടിലെത്തിയിരുന്നു. അവന്റെ വീടിന്റെ സിറ്റൗട്ടിൽ അവനെയും കാത്തിരിക്കുന്ന എന്നെ കണ്ടതും അവന്റെ പോയ കിളികളൊക്കെ ഞൊടികൾ തിരിച്ചു വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നേ കണ്ടുള്ളെങ്കിൽ ആ വൃത്തിയായിട്ട അക്ഷരത്തിനോടൊമ്മ അതവൻ തന്നെ. സത്യങ്ങളെല്ലാം കുരിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ പറയണ്ട, തോളിൽ കിടന്ന ബാഗും വലിച്ചെറിഞ്ഞുകൊണ്ട് തെണ്ടിന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു. ഡാ ദ്രോഹി, നീയായിരുന്നല്ലേ അതിന്റെ ഉത്തരവാദി? അതും പറഞ്ഞുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് പെരുമാറിയെങ്കിലും എനിക്ക് വേദനിച്ചൊന്നുമില്ല കേട്ടോ. അവന്റെ ആ ദേഷ്യത്തെ കുറുമ്പോടെ നോയിക്കൊണ്ട് ഞാൻ അവനോട് ആ നഗ്ന സത്യം വിളിച്ചു പറഞ്ഞു. ഡാ, എനിക്ക് അവളെ ഒന്ന് കാണണം. തലയിൽ നിന്നും ചൊറിഞ്ഞോട് ഞാനത് പറയുമ്പോൾ അവനെന്നെ തുറിച്ചു നോക്കി ചോദിച്ചു, ആരെ? അത് അവളെ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ. എന്റെ പോക്കിത് എവിടേക്കാണെന്ന് മനസ്സിലാവാതെ അവൻ മുഖം ചുളിച്ചുകൊണ്ട് വീണ്ടും എന്നെ നോക്കി. അവൻ എന്റെ ഏത് ബെസ്റ്റ് ഫ്രണ്ടിനെ? അവൻ കടുപ്പത്തിലായി ചോദിക്കുമ്പോൾ ഞാൻ പരിങ്ങി പറഞ്ഞു, അത് അവളെ, നിന്റെ അനുവിനെ. ഞാനത് പറഞ്ഞതും അവന്റെ രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളിപ്പോയി. ഞാൻ തുടർന്നു, ആ ഉണ്ണി, എനിക്ക് ആ ശബ്ദം കേട്ട മുതൽ ആ കലവില ശബ്ദത്തിന് എന്തോ ഒരു ഇഷ്ടം. അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ലെങ്കിൽ പോലും എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ആ വാക്കുകളിൽ ഉണ്ണി ഞെട്ടിപ്പോയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് വെറും ശബ്ദം മാത്രം കേട്ട് പ്രണയമോ? അവൻ കണ്ണും തള്ളി എന്നെ നോക്കി പറഞ്ഞു തുടങ്ങി. ഡാ, സംഗതി അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയാ. പക്ഷെ അവൾ വളച്ചെടുക്കുന്ന ഇച്ചിരി പാടാടാ. എന്ന് വെച്ചാലേ അവള് ചെറിയൊരു ഗുണ്ടി. നിനക്ക് കേൾക്കണം, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സീനിയർ ചേട്ടൻ അവളെന്ന് വളക്കാൻ നോക്കി. പക്ഷെ അവള് വളഞ്ഞില്ല എന്ന് മാത്രമല്ല, അവളോട് ഏതാണ്ട് മോശമായി പറഞ്ഞ അവന്റെ കരണം നോക്കിന്ന് പൊട്ടിക്കുകയും ചെയ്തു കളഞ്ഞവള്. അത്രക്ക് ഭീകരി അവള്, കൊടും ഭീകരി. അതുകൊണ്ട് ആ അവള് നിനക്ക് വേണോടാ. അവളെ പറ്റി അത്രയൊക്കെ അവൻ പറഞ്ഞു ഏൽപ്പിച്ചെങ്കിലും ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ എന്റെ നിലപാടിന് മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയ അവനും അവസാനം എന്റെ മുമ്പിൽ കീഴടങ്ങി. പിന്നെ അവളെ എങ്ങനെ എനിക്ക് സെറ്റാക്കാനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യാനും തുടങ്ങി. അങ്ങനെ അതിന്റെ ഭാഗമായി നാളെ രാവിലെ അടൂർ ബസ് സ്റ്റാൻഡിലെത്തി അവളെ കാണുക എന്നതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായി രാവിലെ 7 മണിക്ക് അടൂര് പ്രൈവറ്റ് സ്റ്റാൻഡിൽ അവനെയും കൂടി ഞാൻ എത്തിയെങ്കിലും അവൾ 8:30ക്കുള്ള അപ്പൂസിനാണ് വന്നത്. ഒരു ചുവന്ന ചുരിദാറിൽ സുന്ദരിയായുള്ള ചൂണ്ടി. അതാണ് അതാനു എന്ന് ഉണ്ണി പറയുമ്പോൾ എന്റെ കണ്ണുകൾ ആവേശത്തോടെ അവളിലേക്ക് ഓടിയെത്തി. ശബ്ദത്തിലൂടെ ഞാൻ സ്നേഹിച്ച് അവളെ ഒന്ന് നോക്കിയതും പിന്നെ എനിക്ക് അവളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്രക്ക് ഐശ്വര്യം. ബസ് ഇറങ്ങി വരുന്ന അവളെ കണ്ടതും ഉണ്ണി അവളുടെ അടുത്തേക്ക് ഓടി. കൂടെ ഞാനും. അവളുണ്ട്. അവനെ കണ്ടിട്ടും കാണാത്ത പോലെ മുന്നിലേക്ക് നടന്നു. പിന്നെ എന്നെയാണെങ്കിൽ അവൾ ശ്രദ്ധിച്ചതേ ഇല്ല. അനുമോളെ ഒന്നിക്കടി, അവൻ പിന്നാലെ നടന്ന് പറഞ്ഞു. അവൾ നിന്നില്ല. നിന്റെ ബുക്കിൽ അങ്ങനെയൊക്കെ എഴുതിയ ഞാനല്ലടാ, ദാണ്ടേ ഇവരാ. ഇന്നലെ നീ വിളിച്ച ഫോൺ എടുത്ത് ഇവൻ തന്നെയാ. എന്നെ മുന്നിലേക്ക് പിടിച്ചു വലിച്ചു നിർത്തി അവനത് പറഞ്ഞു. അവൾ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. പിന്നെ കണ്ണു ഉറപ്പിച്ച് അവനെ നോക്കിയ ശേഷം എന്നിലേക്ക് നോട്ടം മാറ്റി. ആദ്യമായി കാണുന്ന എന്നെ ആകെപ്പാടെ നോക്കി. അവൾ എന്റെ ബോഡി ശാസ്ത്രം ആകെയൊന്ന് മനസ്സിലാക്കിയ ശേഷം എന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, ഇവൻ പറഞ്ഞ് ശരിയാണ് ഏട്ടാ? ചേട്ടനാണ് എന്റെ ബുക്കിൽ അങ്ങനെ എഴുതിയത്? കണ്ണു ഉറപ്പിച്ചിരുന്ന നോട്ടത്തോടെ അവളെ ചോദിക്കുമ്പോൾ ഞാൻ അതേ എന്നർത്ഥത്തിലൊന്ന് മൂളി. അപ്പോഴേക്കും അവളുടെ അടുത്ത ചോദ്യം എന്നെ തേടി വന്നിരുന്നു. ചേട്ടന് ശരിക്കും എന്നെ ഇഷ്ടമാണോ അത് തമാശക്ക് എഴുതിയതാണോ? പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യം എന്നെ ഞെട്ടിച്ചെങ്കിലും ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ തന്നെ നേരിക്കാണെന്നെങ്കിലും ആദ്യമായിട്ട് കേട്ട ഈ ശബ്ദത്തെ അറിയാൻ ഞാൻ സ്നേഹിച്ചു പോയിരുന്നു. ഇഷ്ടം എനിക്ക് ഒരുപാട്. ഇന്നലെ ഞാൻ കേട്ട ഈ ശബ്ദത്തിൻ്റെ ഉടമയെ ഇന്ന് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു അനു. എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് അവൾ തമാശയ്ക്ക് ചോദിച്ചാണെങ്കിലും എൻ്റെ മറുപടിയിൽ അവൾ മുഴുകിപ്പോയിരുന്നു. അതിലവൾ വീണിരുന്നു. അങ്ങനെ അന്ന് അവിടെ ആദ്യമായി കണ്ട എന്നെ അവളും സ്നേഹിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ദിവസങ്ങളായിരുന്നു ഫോൺ വിളി, ബൈക്കിൽ ചുറ്റിയടിക്കൽ, ഇടവഴികളിലേക്ക് കിന്നാരം പറച്ചിൽ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഒക്കും വിധമൊക്കെ ഞങ്ങൾ തകർത്തു. 6 മാസം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പക്ഷേ ഞങ്ങളുടെ പ്രണയത്തിന്റെ 7-ാം മാസം അത് തുടങ്ങിയതും വിസ എന്ന വില്ലൻ ഞങ്ങളുടെ പ്രേമത്തിനിടയിലേക്ക് കടന്നു വന്നിരുന്നു. എൻ്റെ അളിയൻ എനിക്ക് വിദേശത്തെ ഒരു ജോലി ശരിയാക്കി ഉടനെ പോകണം. മുന്നോട്ടുള്ള ജീവിതത്തിന് അതാണ് നല്ലതെങ്കിലും അവളെ തനിച്ചാക്കി പോകാൻ എനിക്ക് മനസ്സിലായിരുന്നു. എന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാതെ അവളും അതിനാദ്യം സമ്മതിച്ചില്ല. അന്ന് അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഗൾഫ് ഒരുപാട് പണമൊന്നും വേണ്ടേട്ടായി, ഒരു കൊച്ചു വീടും അതിലെൻ്റെ ഏട്ടായി ഞാനും നമ്മുടെ മക്കളും പിന്നെ നമ്മുടെ പ്രാരാബ്ദങ്ങളും മതി. അത് ഈ നാട്ടിൽ നിന്നാലും നടക്കും. അതുകൊണ്ട് ഏട്ടായി ഇങ്ങോട്ടും പോകണ്ട. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനായില്ല. അവർക്ക് എന്നെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. അങ്ങനെ അവസാനം ഞാൻ വീട്ടുകാർക്ക് മുമ്പിൽ കീഴടങ്ങി. അവൾ ഇങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച ശേഷം ഞാൻ ദുബായിലേക്ക് പറഞ്ഞു.
അവിടെ ചെന്ന അന്ന് മുതലേ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. ആദ്യമൊക്കെ എന്നും കരച്ചിലായിരുന്നു. പിന്നെ പതിയെ പതിയെ അതൊക്കെ മാറി. ഞാൻ അടുത്തില്ലാത്ത ജീവിതവുമായി അവളും പൊരുത്തപ്പെട്ടു. പക്ഷേ പ്രണയം ഞങ്ങൾ നേരിൽ കാണുന്നില്ലെങ്കിലും അതിന്റെ തീവ്രത കൊട്ടും കുറവില്ല. അങ്ങനെ 2 വർഷം താക്കി അടക്കുന്നെന്ന് പറഞ്ഞുപോയി. അവളുടെ ഡിഗ്രി കാലം അവസാനിക്കാൻ തുടങ്ങി. അതോടെ പെണ്ണിന് വീട്ടിൽ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. പലരും പെണ്ണിനെ കാണാൻ വീട്ടിൽ വന്നു. അതൊക്കെ അവൾ പല പല കാരണങ്ങൾ പറഞ്ഞ് മുടക്കിയെങ്കിലും അങ്ങനെ അധികം പിടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഏട്ടായി, എനിക്ക് ഇനി ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏട്ടായി എത്ര വേഗം നാട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ. അവളുടെ ആ വാക്കുകൾ വെറുതെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നല്ലെന്ന് എനിക്കും തോന്നി. പക്ഷേ 3 വർഷം തേക്കാൻ നാട്ടിലേക്ക് ചെല്ലുകയേ വേണ്ടെന്നാണ് എൻ്റെ വീട്ടുകാരുടെ താക്കീത്. അങ്ങനെ ഞാനാകെ ധർമ്മസങ്കടത്തിലായി. എങ്ങനെയും നാട്ടിലെത്തിയേ പറ്റൂ. അവസാനം ഞാൻ അതിനൊരു ഉപായവും കണ്ടെത്തി. പല്ലുവേദന അഭിനയിച്ച് നാട്ടിൽ പോവുക. എൻ്റെ പ്ലാനറ്റ്. അങ്ങനെ ഒരു ജൂൺ മാസത്തിൽ ഞാൻ നാട്ടിലെത്തി. അന്നത്തെ എൻ്റെ ആ വരവ് ഏറ്റവും സന്തോഷിപ്പിച്ച അവളെയായിരുന്നു, എൻ്റെ അനുവിനെ. അവൾ സ്വപ്നം കണ്ട ജീവിതം കയ്യെത്തും ദൂരത്തിലെത്തിയതിൻ്റെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ണുമുട്ടി, കെട്ടിപ്പിടിച്ചു, ആർത്തി തീരെ ഉമ്മവച്ചു. പിന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അനുവിൻ്റെ കാര്യൻ്റെ വീട്ടിലങ്ങ് പറഞ്ഞു. അമ്മയച്ഛ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷേ അവൾ നമ്മുടെ ജാതിയല്ല. പക്ഷെ എനിക്കവൾ ഇഷ്ടമാണ്. എനിക്കവൾ വിവാഹം കഴിക്കണം. എൻ്റെ ഒറ്റ ശ്വാസത്തിലുള്ള ആ വാക്കുകൾ കേട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോറുരുള പോലും പാത്രത്തിലേക്ക് വീണുപോയിരുന്നു. പിന്നെ എതിർപ്പായി. ഒറ്റ മകനായതുകൊണ്ട് അമ്മയ്ക്ക് ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണ്. അമ്മയുടെ കണ്ണിൽ എനിക്ക് വിവാഹപ്രായം ആയിട്ടില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് എൻ്റെ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. അമ്മ ഇടം തിരിഞ്ഞ് നിന്നു. അച്ഛന് പിന്നെ ജാതിയായിരുന്നു പ്രശ്നം. അവൾ വേറെ ജാതിയാണെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ തപസ്സു. അങ്ങനെ കുറെ വഴക്കടിച്ചു. അവസാനം എൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ അവർ രണ്ടാളും മുട്ടുമടക്കി. അങ്ങനെ എൻ്റെ വീട്ടുകാരുടെ സമ്മതം വാങ്ങി ഞാൻ അവളെ വിളിച്ചു. ഒളിസ്, അച്ഛനും അമ്മയും നമ്മുടെ വിവാഹത്തിന് സമ്മതം വിളിടാ. ഇനി നിന്റെ വീട്ടുകാരുടെ സമ്മതം അത് ചോദിക്കാനായിട്ട് ഞാൻ വരുന്നുണ്ട് നാളെ നിന്റെ വീട്ടിലേക്ക്. അങ്ങനെ അന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഫോൺ വെച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി അനുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി അവളുടെ അച്ഛനോട് കാര്യമായി തന്നെ പറഞ്ഞു. ഞാൻ മനു, ഇവിടുത്തെ അനുവിൻ്റെ ലവറാണ്. എൻ്റെ ആ വാക്കിയിട്ട് അനുവിൻ്റെ അച്ഛൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഞാൻ ബാക്കി കൂടി പറഞ്ഞിരുന്നു. ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് സാമാന്യം നല്ലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, എനിക്ക് അച്ഛൻ്റെ മോളെ കെട്ടിച്ചേരുമോ? എൻ്റെ ആ ഒറ്റ ചോദ്യം തന്നെ അയാൾ നോക്കുത്തി വീണു. അങ്ങനെ കല്യാണം അവിടെ ഉറച്ചു. എൻ്റെ വീട്ടുകാരെ പോലെ ജാതി മാറിയതൊന്നും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ കല്യാണം ഉറപ്പിച്ച ശേഷം അന്നാണ് ഞാൻ അവളെ നന്നായിട്ടൊന്ന് കാണുന്ന പോലും. അതുകൊണ്ട് തന്നെ താലി കെട്ടുന്ന കൂട്ടത്തിൽ ഞാൻ അവൾക്കൊരു ഉമ്മ കൂടി കൊടുത്തിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞാൻ അവളും വീട്ടിലെത്തി. വീട്ടിലേക്ക് കാലുകുത്തിയില്ല. പുതിയ പെണ്ണിനെ കാണാനുള്ള അയൽപ്പക്കത്തെ അവിടെ തിക്കും തിരക്കും തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒന്ന് കാണാൻ കൂടി കിട്ടിയില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം, എത്ര വൈകിയാലും അവൾ ഇന്നു മുതൽ എൻ്റെ ഒപ്പം എൻ്റെ മുറിയിലല്ലേ ഉറങ്ങുന്നത്. അങ്ങനെ ആ മുറിയിൽ കയറി കാത്തിരിപ്പും തുടങ്ങി. അവസാനം 10 മണിയും അടിച്ചു. എനിക്ക് ഉറക്കവും വന്നു തുടങ്ങി. അങ്ങനെ കോട്ടുവായിട്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്ലാസ് പാലുമായി അവൾ ഡോർ തുറന്ന് അകത്തേക്ക് വന്നത്. എൻ്റെ റൂമിലെത്തി അവൾ ചുറ്റിലും ഒന്ന് നോക്കിയ ശേഷം നാണത്തോടെ എൻ്റെ അടുത്തേക്ക് നടന്നു. പാൽ എനിക്ക് നേരെ നീട്ടി അവളുടെ കയ്യിൽ നിന്നും ഞാൻ ആ പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ച് മാത്രമേ അവൾക്ക് ഓർമ്മ കാണുകയുള്ളൂ. അടുത്ത നിമിഷം ഞാൻ അവളെ പിടിച്ചു വലിച്ച് എൻ്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. അവസാനം 10 മണി അടിച്ചു. എനിക്ക് ഉറക്കവും വന്നു തുടങ്ങി. അങ്ങനെ കോട്ടുവായിട്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്ലാസ് പാലുമായി അവൾ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. എൻ്റെ റൂമിലെത്തി അവൾ ചുറ്റിലും നോക്കിയ ശേഷം നാണത്തോടെ എൻ്റെ അടുത്തേക്ക് നടന്നു. പാൽ എനിക്ക് നേരെ നീട്ടി അവളുടെ കയ്യിൽ നിന്നും ഞാൻ ആ പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ച് മാത്രമേ അവൾക്ക് ഓർമ്മ കാണുകയുള്ളൂ. അടുത്ത നിമിഷം ഞാൻ അവളെ പിടിച്ചു വലിച്ച് എൻ്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. എൻ്റെ നെഞ്ചിൽ എൻ്റെ നിശ്വാസങ്ങൾക്കൊത്ത് അവൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോഴും നാണം കൊണ്ട് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ഒരു കുതിപ്പോടെ ഞാൻ അവളെ എനിക്കടിയിലാക്കി അവൾക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ കണ്ണടച്ച് കളഞ്ഞു. ഇല്ല, ജന്മം ചെയ്ത പെണ്ണ് എന്നെ ഒന്നും നോക്കില്ലെന്നുള്ള വാശിയല്ല, നാണം. എൻ്റെ പെണ്ണെ, നിന്റെ ഏട്ടായി എന്ന് നോക്കടി. അവളുടെ കാതോരം ചേർന്ന് ഞാനത് പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോഴും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് എൻ്റെ കണ്ണിലേക്ക് നോക്കി. നിന്റെ ഈ കണ്ണുകൾക്ക് എന്തഴകാണ് പെണ്ണെ. ഞാനത് പറയേണ്ട താമസം. നാണം കൊണ്ട് അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു കളഞ്ഞു. ഈ പെണ്ണ്. ഞാൻ അവളുടെ നാണത്താൽ ചുവന്ന മുഖത്തേക്കൊന്നൂതി. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞതും ഞാൻ ആ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു. അവളുടെ കൈകൾ എൻ്റെ ഷർട്ടിൽ അമർന്നു. ആ കണ്ണുകൾ എന്നിലേക്ക് മാത്രമായി തുറക്കപ്പെട്ടു. അവളുടെ മുല്ലപ്പൂവിൻ്റെ ഗന്ധമെന്നെ മത്തു പിടിപ്പിച്ചു തുടങ്ങി. എന്നിലെ വികാരങ്ങൾ അണമുട്ടിയത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. ചുംബനങ്ങളാൽ അവളുടെ നാണത്തെ ഞാൻ മാറ്റിയെടുക്കുമ്പോഴേക്കും അവൾ എൻ്റേതായി കഴിഞ്ഞിരുന്നു.
തളർന്ന് ഞാൻ അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ അവളൊരു കുഞ്ഞിനെ പോലെ എന്നെ തലോടുന്ന് ഞാനും അറിഞ്ഞിരുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നു. ഓരോ രാത്രിയും പകലും അവൾക്കായി ഞാനും എനിക്കായി അവളും ജീവിച്ചു. അങ്ങനെ എനിക്ക് തിരിച്ച് പ്രവാസത്തിലേക്ക് മടങ്ങേണ്ട ദിവസവും വന്നെത്തി. പോവണ്ടെന്ന് അവൾ ഒരുപാട് പറഞ്ഞു. പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവളോടെ തനിച്ചാക്കി വിമാനം കയറുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അന്ന് ഞാൻ ദുബായിൽ തിരിച്ചെത്തി. ആദ്യം വിളിച്ച അവളെയായിരുന്നു, എൻ്റെ അനുവിനെ. ഫോൺ എടുത്തയുടൻ അവൾ ആവേശത്തോടെ ചോദിച്ചു, ഏട്ടായി യാത്ര സുഖമായിരുന്നോ? ഏട്ടായി വല്ലതും കഴിച്ചോ? ഈ രണ്ട് ചോദ്യം. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് അവൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. എൻ്റെ അമ്മ അവൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പലതരം കുറ്റങ്ങൾ. ആദ്യമൊക്കെ ഞാൻ അവളെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും അതുകൊണ്ടൊന്നും അവൾ അടങ്ങിയില്ല. ഞാൻ അമ്മയെ വിളിച്ചാലോ അമ്മയ്ക്കും അതേ പരാതി. അവൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ജോലികളൊന്നും അവൾ ചെയ്യില്ല, അങ്ങനെ തുടരുന്ന കാര്യങ്ങൾ. അവർക്ക് രണ്ടുപേർക്കിടയിൽ കിടന്ന് ഞാൻ വലയുന്ന സമയത്താണ് അമ്മ അതുകൂടി എന്നെ വിളിച്ച് അറിയിക്കുന്നത് അവൾ പിണങ്ങിപ്പോയി എന്ന്. എന്തോ അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എന്നോടൊരു വാക്ക് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയതിൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്നിൽ ഈഗോ വളരാൻ തുടങ്ങി. പിന്നെ അത് വാശിയായി മാറി. എങ്കിലും ഞാൻ അവളെ വിളിച്ചു. വീട്ടിലിനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നീ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ ഞാൻ പറഞ്ഞെങ്കിൽ അവളൊന്നും കേട്ടില്ല. അവളും വാശി കാണിച്ചു. അതോടെ എൻ്റെ വാശിയും കൂടി. ഞാൻ അവളെ വിളിക്കാതെയായി. അതോടെ അവൾക്ക് എന്നേക്കാൾ വാശിയായി. പിന്നെ അവളൊന്നും നോക്കിയില്ല, ഒരു ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് അയച്ചു. സത്യത്തിൽ അതറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. എങ്കിലും വാശി, ഈഗോ, അത് ഞാൻ വിട്ടുകളിച്ചില്ല. അടുത്ത ഫ്ലൈറ്റിൽ കയറി ഞാൻ നാട്ടിലെത്തി. വീട്ടിലെത്തിയ അന്ന് മുതൽ അമ്മയ്ക്ക് അവളുടെ കുറ്റങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അവൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഇങ്ങനെ പോകുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ കൂടി ഞാൻ അവളെ ഒന്ന് കാണണോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം അവളെ ഞാൻ കാണുന്ന കോടതിയിൽ വെച്ചായിരുന്നു. ആ കോടതി മുറിയിൽ ഞങ്ങളെ മുഖാമുഖം നിർത്തി ഞങ്ങളുടെ വക്കീലന്മാർ വാദിച്ചു. എൻ്റെ വീട്ടിൽ അവൾക്ക് പീഡനങ്ങളായിരുന്നു അവളുടെ വക്കീലും അതൊക്കെ കള്ളമാണെന്ന് ഞങ്ങളുടെ വക്കീലും ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ അവസാനം ജഡ്ജി ഞങ്ങളുടെ പ്രായവും അവരുടെ അനുഭവ സമ്പത്തും മുന്നിൽ കണ്ട് ഞങ്ങൾക്കൊരു അവസരം കൂടി തന്നു. 6 മാസം ഒരുമിച്ച് ഒരു കൂരക്കുള്ളിൽ താമസിച്ച് നോക്കുക, തുറന്ന് സംസാരിക്കുക, തുറന്ന് ചിന്തിക്കുക. ആ 6 മാസത്തിന് ശേഷം ഈ തീരുമാനങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ ഡിവോഴ്സുമായി മുന്നോട്ട് പോവുക, അതല്ലെങ്കിൽ ഈ കേസ് ഇവിടെ ഉപേക്ഷിക്കുക. അന്ന് കോടതിക്കുള്ളിൽ വെച്ച് അതൊക്കെ ഞങ്ങൾ രണ്ടാളും തലയാട്ടി സമ്മതിച്ചെങ്കിലും കോടതിക്ക് വെളിയിലെത്തിയതോടെ ഞങ്ങളുടെ വിധം മാറി. പരസ്പരം നോക്കിയൊന്ന് കൊഞ്ഞനും കുത്തി രണ്ട് വഴിക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്കും അവൾ അവളുടെ വീട്ടിലേക്കും. അങ്ങനെ വീണ്ടും മാസങ്ങൾ കടന്നുപോയി. 5 മാസവും കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന 1 മാസം കൂടി. എന്തോ ദിവസങ്ങൾ കഴിയുന്തോറും ഒരു നീറ്റൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വക്കീലുമാർ ആ കാര്യം ഞങ്ങളോട് പറഞ്ഞ്. കോടതി ഞങ്ങളോട് പറഞ്ഞ് 6 മാസം ഒരുമിച്ച് വീട്ടിൽ താമസിക്കാനാണ്. പക്ഷെ ഇതുവരെ രണ്ടാളും നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല. ഇത് കോടതി അറിഞ്ഞാൽ വകുപ്പ് മാറും, കോടതിയെ നിന്ദിച്ചു എന്നാവും. അതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും രണ്ടാളും ഒരുമിച്ച് എവിടെയെങ്കിലും താമസിച്ചു എന്നതിന് തെളിവ് വേണം. അത് നിർബന്ധമാണെന്ന് 2 വക്കീലന്മാർ ഒരുപോലെ പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ഒരുമിച്ച് താമസിച്ചു എന്നതിന്റെ തെളിവുണ്ടാക്കാനായി ഇറങ്ങി തിരിച്ചാണ് ഞങ്ങളിന്ന്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഒപ്പം കൂടിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 6 മണി ആവാറായിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇപ്പോൾ പാലാ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇടുക്കിയിലെത്തണം. ഇന്ന് രാത്രി അവിടെ തങ്ങി നാളെ രാവിലെ മൂന്നാർക്ക് പുറപ്പെടണം. മൂന്നാറിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ്റെ ഒരു എസ്റ്റേറ്റ്. അവിടെ 2-3 ദിവസം തങ്ങി കുറച്ച് തെളിവുണ്ടാക്കണം. എന്നിട്ട് വേണം പിറകിലിരിക്കുന്ന ആ സാധനത്തെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ. സമയം 6 മണി ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളിയും വന്നു തുടങ്ങി. ഞാൻ എൻ്റെ ബുള്ളറ്റ് ഒരു തട്ടിയുടെ മുമ്പിൽ അല്പം ഒഴിച്ചു നിർത്തി അവളോട് പറഞ്ഞു, വിശപ്പുണ്ടെങ്കിൽ വെള്ളം ഇപ്പോൾ വാങ്ങിക്കഴിച്ചോ? ചുരം കയറാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും കിട്ടില്ല, പറഞ്ഞേക്കാം. ഞാനൊന്ന് കണ്ണുരുട്ടി. ആ എനിക്കറിയാം തൻ്റെ കൂടെ വന്നൊന്നും തിന്നാൻ കിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് കഴിച്ചിട്ടാ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ച്. പുച്ഛം വാരി ഉതിരി അവളത് പറയുമ്പോൾ ആ പുല്ലിനെ കാലയവാരി നിലത്തടിക്കാനാണ് എനിക്ക് തോന്നിയെങ്കിലും ഞാനെല്ലാം സഹിച്ചു. പിന്നെ ആ അഹങ്കാരിയ ബൈക്കിൻ്റെ അടുത്ത് തന്നെ നിർത്തിയിട്ട് ഞാൻ ആ തട്ടടിയിലേക്ക് നടന്നു. ആഹാ കൊള്ളാലോ, നല്ല 1-ാം തരം ദോശയും ചട്നിയും. ഞാനൊന്ന് മണം പിടിച്ചുകൊണ്ട് ബൈക്കിൽ ചാരി നിൽക്കുന്ന അവളെ നോക്കി. ഈ മരപ്പിശാചിന് ഈ തട്ടുദോശ ഇഷ്ടമുള്ള സാധനമാണല്ലോ, പിന്നെ എന്തു പറ്റി വേണമെന്ന് പറയാൻ? വേണ്ട. അതും പറഞ്ഞ് ഞാൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റാൻ തുടങ്ങുമ്പോഴാണ് അവൾക്ക് ചുറ്റും അങ്ങിങ്ങായി നിന്ന് അവളെ വായി നോക്കുന്ന ബംഗാളി പയ്യന്മാരെ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ഇവൾക്ക് അങ്ങനെയുള്ള ബംഗാളികളെ ചേരും. അതും മനസ്സിൽ പറയാൻ മുന്നോട്ട് തിരിഞ്ഞെങ്കിലും എന്തോ എൻ്റെ മനസ്സിലൊരു ഇത് കയറി കൂടിയിരുന്നു. അത് തന്നെ അവളെ ഞാനല്ലാതെ വേറെ ആൾ നോക്കുമ്പോൾ തോന്നുന്ന അത്. എന്തോ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, ദോശ തിന്നാനും തോന്നിയില്ല. പല്ലും കടിച്ച് തിരിഞ്ഞടന്നു. അല്ല, ചാടിത്തുള്ളി അങ്ങോട്ട് പോയിട്ട് താരൊന്നും കഴിച്ചില്ലേ? വേഗം പോന്നെന്തേ? എൻ്റെ ബുള്ളറ്റിൽ ചാരിന്ന് അവളെ നോക്കൂടി ചെയ്യാതെ ഞാൻ ആ ബുള്ളറ്റിലേക്ക് ചാടി കയറുമ്പോൾ അവൾ എന്നെ നോക്കി അങ്ങനെ ചോദിച്ചു. ഇല്ല.
ഞാൻ താല്പര്യമില്ല അത്രയും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവൾ ചോദ്യങ്ങളുമായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതെന്താ താനൊന്നും കഴിക്കാത്തത്? അവൾ അത് ചോദിച്ചു. ഞാൻ ചെറുതായൊന്ന് ചൂടായി. ഞാൻ കഴിക്കാണ്ടിരിക്കും, അതൊന്നും നീ തിരക്കാൻ വേണ്ട. പിന്നെ താല്പര്യം നീ പുറകിലേക്ക് കയറി. അതും പറഞ്ഞ് ഞാൻ എൻ്റെ ബുള്ളറ്റ് ഒന്ന് വിറപ്പിച്ചു. സത്യത്തിൽ ആ തീർത്ത ദേഷ്യം അവളോടുള്ളതല്ല കേട്ടോ. അവളെ വായി നോക്കി അവന്മാരുള്ള കലി അവളോടങ്ങ് തീർത്താ. പിന്നെ എന്തു പറ്റിയെന്തോ ഞാൻ അത്രയും ചൂടായിട്ട് അവൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കാതെ ബൈക്കിന്റെ പിന്നിൽ കയറി അവളുടെ ബാഗ് എടുത്ത് ഞങ്ങളുടെ ഇടയിൽ വെച്ച്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ ബുള്ളറ്റിൽ യാത്ര തുടർന്നു. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഇടുക്കിയിലേക്ക് പോകാനുള്ള വഴിയൊന്നും അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. പണ്ടിങ്ങാണ്ട് ടൂർ പോയി ഓർമ്മിച്ചങ്ങ് ഇറങ്ങിയതാ. പിന്നെ ഗൂഗിൾ മാപ്പില്ലേ. പിന്നെ എനിക്ക് വഴി അറിയില്ല എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാരാ മോന്. അങ്ങനെ ഞാൻ എന്നെ ഗൂഗിൾ ചേച്ചിയുടെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ച് യാത്ര തുടർന്നുവെങ്കിലും പാതി വഴിക്കടി ചേച്ചി എന്നെ പറ്റിച്ചു. എൻ്റെ വഴി തെറ്റിച്ചു. മാപ്പെന്നെ ചതിച്ചു. നേരെയുള്ള നല്ല ഒന്നാന്തര റോഡുണ്ടായിട്ട് ആ സാധനം എനിക്ക് ഏതൊക്കെയോ ഇടവഴികൾ പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ ആ ചതിയൊന്നും അറിയാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഞാനും അവളും ഞങ്ങളുടെ ബുള്ളറ്റും കൂടി ഏതോ കാടിന് നടുവിലുള്ള റോഡിലെത്തി. ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ സ്ട്രീറ്റ് ലൈറ്റ് ഒഴിച്ചാൽ പിന്നെ ആകെ മൊത്തം ഇരുട്ട്. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലാക്കിയിട്ട് മാപ്പിലെ ചേച്ചിയും മുങ്ങി. പെട്ടു മോനെ പെട്ടു. എന്റെ മനസ്സ് എന്നെ തന്നെ കൊഞ്ഞന് കുത്തി കാട്ടുമ്പോൾ ഞാൻ മിററിലൂടെ അവളെ ഒന്ന് നോക്കി. അവിടെ നടക്കുന്നതെന്നറിയാതെ അവളോടെ ബാഗും കെട്ടിപ്പിടിച്ച് എന്റെ പുറകിലിരിപ്പാണ്. ഞാനൊന്ന് ഇടിവീർപ്പെട്ടുകൊണ്ട് അവളെ വിളിച്ചു. ഡേ, ഇതൊക്കെ ഇടുക്കിയിലേക്കുള്ള ഇടുക്കൊഴികളാ, അതുകൊണ്ട് ഒരുപാട് വളവും തീരുവൊക്കെ ഉണ്ടാവും, നീ പിടിച്ചിരുന്നു. ആ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയില്ലെങ്കിലും ഞാനെന്റെ ജാടയിട്ടും കുറച്ചില്ല. അവളൊരു അലസമട്ടിൽ മൂളി. അങ്ങനെ വീണ്ടും മുന്നോട്ട്. അപ്പോൾ ആ വഴികൾ ഇരുട്ട് നന്നായി മൂടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇരുട്ട് വിഴുങ്ങി എന്തൊക്കെയോ മരങ്ങൾ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ആ കാട്ടുവഴിയിലൂടെ ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഒരു വവ്വാല് പോലും ഇല്ലായിരുന്നു. ഇരുട്ട് ചിത്രപ്പണി നടത്തിയ ആ ചെറിയ റോഡിലൂടെ അവളുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പേടി വന്നു തുടങ്ങി. എന്നാൽ തിരിച്ചു പോകാമെന്ന് വെച്ചാലോ ഒരുപാട് ദൂരം മുന്നോട്ടും വന്നിരുന്നു. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് എന്റെ ജാടയും വേല അവൾക്ക് മുമ്പിൽ വിട്ടുപിടിക്കാൻ തോന്നിയില്ല. ഉള്ളിൽ പേടിയാണെങ്കിലും ഞാൻ എന്റെ തലയൽപ്പം ചരിച്ച് അവൾ നോക്കി പറഞ്ഞു. ഇതാ ചായമാരുടെ റബ്ബർ എസ്റ്റേറ്റാ, കണ്ടില്ലയോ റബ്ബർ മരങ്ങൾ വളർന്നു പന്തലിച്ചിരിക്കുന്നു. ഞാനത് പറഞ്ഞെടുത്തുമ്പോൾ ആ അത്ഭുതത്തോടെ ചുറ്റിലും നോക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ എന്നെ മിററിലൂടെ കണ്ടിരുന്നു. ഞാനൊന്ന് ഉമിനീരിറക്കി. ഉള്ളിലേക്ക് ചെല്ലും തോറും സ്ട്രീറ്റ് ലൈറ്റുകളുടെ അകലവും കൂടിക്കൂടി വന്നു. പതിയാ വെളിച്ചവും അവസാനിച്ചു. ഇനി അങ്ങോട്ട് ഇരുണ്ട വനവും അതിന് നടുവിലൂടെയുള്ള ചെറിയ പാതയും. നല്ല മഞ്ഞുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പോകുന്ന റോഡിന്റെ ഒരു വശം നല്ല പൊക്കത്തിലാണ്, മറുവശം നല്ല താഴ്ചയിലും. ഇത് കൊക്കയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. മുന്നോട്ട് പോകുന്തോറും മൂടൽ മഞ്ഞ് കൂടിക്കൂടി വന്നു. മഞ്ഞിന്റെ പുകമറ കനക്കും തോറും മുന്നോട്ടുള്ള വഴികളും കാണാതെയായി. ആ മഞ്ഞിന്റെ കൊടുന്തണുപ്പിൽ ഞാൻ നന്നായി കിടുങ്ങാനും തുടങ്ങി. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവളുടെ അവസ്ഥയെ ഞാൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. പാവം തണുത്ത് വരയ്ക്കുന്നുണ്ട്. എന്നെ മുട്ടിപ്പോരുതെന്ന് താക്കീത് കൊടുത്തോണ്ടാണ് ഞങ്ങൾക്ക് നടുവിലായിട്ട് അവളുടെ ബാഗ് തിരികെ അതിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ കഷ്ടം തോന്നി. ഞാൻ ബൈക്ക് അവിടെ ഒരു സൈഡിലായി ഒതുക്കി നിർത്തി. എന്തിനാണ് ഇവിടെ ബൈക്ക് നിർത്തിയെന്നുള്ള ഭാവത്തിൽ അവൾ എന്നെ നോക്കുന്നുണ്ട്. നല്ല മഞ്ഞുണ്ട്, ബാഗിൽ വല്ല കോട്ടോ ജാക്കറ്റ് കൊണ്ട് എടുത്തിട്ടോ. ഹെൽമെറ്റ് മാറ്റിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ അവൾ എന്നെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്താണ് നീ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? പല്ലുകടിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അവൾ മുഖം താഴ്ത്തി പറഞ്ഞു. ഇത് ടോപ്പും ചുരിത്താനും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞു. എന്തു പറ്റിയെന്തോ കേട്ട പാതി ബാഗും കെട്ടിപ്പിടിച്ച് അവൾ ബൈക്കിൽ നിന്നിറങ്ങി. കൂടെ ഞാൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച ശേഷം ഞാൻ ഹെൽമെറ്റ് ഹാൻഡിൽ തൂക്കി. പിന്നെ ബൈക്കിന്റെ ഹാൻഡിൽ ഹൂക്കിൽ തൂക്കിയിട്ട് എൻ്റെ ബാഗ് എടുത്ത് അതിൽ നിന്ന് എൻ്റെ ജാക്കറ്റ് എടുത്ത് പുറത്തെടുത്ത് ഞാനത് അവൾക്ക് നേരെ നീട്ടി. എന്നോ ഇതിട്ടോ. അവളുടെ മുഖത്ത് നോക്കാൻ ഞാനത് പറയുമ്പോൾ അവൾ വിശ്വാസം വരാൻ എന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കണ്ണും തെളിയുന്ന അവളുടെ ദേഹത്തേക്ക് ഞാനത് എറിഞ്ഞു കൊടുത്തിട്ട് അവൾ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന അവളുടെ ബാഗ് തട്ടിപ്പറിക്കും പോലെ പിടിച്ചു വായിക്കൊണ്ട് ഇത് തൂക്കിയിടാനാ ഈ കമ്പിയുടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അവളുടെ ബാഗ് കൂടി ബൈക്കിൽ തൂക്കി. അവൾ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ എന്നെ തന്നെ നോക്കി നിൽപ്പാണ്. ഇങ്ങനെ കുന്ത പിഴിയ പോലെ നിൽക്കാതെ ഇതൂട്ട് ഇങ്ങോട്ട് കയറാൻ നോക്ക്. ഞാൻ പല്ലും കടിച്ച് ബൈക്കിലേക്ക് കയറി ഹെൽമെറ്റ് വെച്ച്. അമ്പരപ്പ് മാറിയിട്ടില്ലെങ്കിലും ഞാൻ കൊടുത്ത ജാക്കറ്റും ഇട്ട് അവൾ എനിക്കൊപ്പം ബൈക്കിൽ കയറി. ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ മഞ്ഞിനെ കീറി മുറിച്ചുള്ള യാത്ര. ഹെയർ പിൻ സ്ലോട്ടുകൾ 5-6 പിന്നിട്ടു. ആ കൊടും വഴിയിൽ ഞാനോളും മാത്രം. മഞ്ഞ് കാരണം മുന്നിലേക്ക് വഴിയുണ്ടോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഉള്ളിൽ ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഹെയർ പിൻ വളവുകളുടെ നമ്പർ കൊടുത്തിരിക്കുന്ന ബോർഡുകൾ കാണാം. പിന്നെ ചിലയിടങ്ങളിൽ ആന ഇറങ്ങുന്ന വഴിയാണെന്നും ചങ്ക് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. മുന്നിലേക്ക് നോക്കുമ്പോൾ മൂടൽ മഞ്ഞിൽ ചില രൂപങ്ങൾ തെളിയും പോലെ. ഞാൻ മിററിലൂടെ അവളെയും നോക്കി. അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. പക്ഷെ എന്നോടത് പറയില്ല. ഞാനൊന്ന് ഇടിവീർപ്പെട്ടുകൊണ്ട് നേരെ നോക്കിയതും എന്തോ ഒരു വലിയ ശബ്ദം. ആ ശബ്ദം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു.
പെട്ടെന്ന് എൻ്റെ കൈയൊന്ന് പിടഞ്ഞു. വണ്ടി ഉളഞ്ഞ് വീഴാൻ പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ കാല് നിലത്തൂത്തി വണ്ടി വീഴാതെ ബാലൻസ് ചെയ്ത് നിർത്തി. ആ സമയം ആ മഞ്ഞിൽ ഞാൻ വെട്ടി വീർത്ത് പോയിരുന്നു. വേഗം ഹെൽമെറ്റ് ഊരിമാറ്റി ഞാനൊന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളെ ഞാൻ കണ്ടത്. അവളുടെ അതിവേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ഞാൻ കേട്ടത്. അവളും പേടിച്ചു പോയിട്ടുണ്ട്. കണ്ണുകൾ ഇറുക്കി അടച്ചു പോയ അവൾ എന്നെ ചുറ്റിപ്പിടിച്ച് എന്നോട് ചേർന്നിരിപ്പാണ്. എന്തോ ആ നിമിഷം എൻ്റെ ഭയം നിറഞ്ഞ മനസ്സിലേക്ക് ഒരു കുളിർക്കാറ്റ് വീശും പോലെ എനിക്ക് തോന്നി. ഞാനും ദീർഘമായി നിശ്വസിച്ചു. അപ്പോഴവൾ ആ പിടിവിട്ടിട്ടില്ല. എൻ്റെ വയറിന് മുകളിലായി ഇറുക്കി പിടിച്ചിരിക്കുന്ന അവളുടെ ആ കൈവിരലുകളിൽ ഞാനൊന്ന് അമർത്തി പിടിച്ചു. അവൾക്കൊരു ധൈര്യം പോലെ, എൻ്റെ ആ പഴയ അനുവിനോടെന്ന പോലെ. പേടിച്ചു പോയോ? ആർദ്രമായി ഞാൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ ആ പിടിവിടാതെ ഒന്ന് മൂളി. പേടിക്കണ്ട, പേടിയൊന്നും എന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ മതി കേട്ടോ. എൻ്റെ അനുവിനോട് അങ്ങനെ പറയാനാണ് എനിക്കപ്പോൾ തോന്നിയത്. അവളൊന്നുകൂടെ മൂളിക്കൊണ്ട് എന്നിലേക്ക് ചേർന്നിരുന്നു. എൻ്റെ തണുപ്പിനെ അവൾ എന്ന പുതപ്പാൽ അവളായി തന്നെ അകറ്റുമ്പോൾ എൻ്റെ ചുണ്ടുകളൊന്ന് പുഞ്ചിരിച്ചു. എന്തോ ആ നിമിഷം എന്നിലേക്ക് ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം കൈവരികയായിരുന്നു. എന്നെ ഇറുകി പിടിച്ചിരിക്കുന്ന അവളുമായി ഞാൻ ആ യാത്ര തുടർന്നു. പണ്ട് ഞാൻ എൻ്റെ പെണ്ണുമായി യാത്ര ചെയ്യുമ്പോൾ ആ കരുതലോടെ. അതെ, എനിക്ക് വഴി തെറ്റിട്ടോ. ഒരു ചമ്മലോടെ ഞാനാ പറയുമ്പോൾ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവളൊന്ന് മൂളി. എനിക്ക് മനസ്സിലായി. എന്നിട്ടെന്താ ഇതുവരെ താനൊന്നും ചോദിക്കാത്തത്? അമ്പരപ്പോടെ ഞാൻ ചോദിക്കുമ്പോഴും അവൾ എന്നിൽ പിടിവിട്ടിരുന്നില്ല. അത് എവിടെയാണെങ്കിലും എൻ്റെ ഏട്ടായി എൻ്റെ കൂടെയില്ലേ? അവളത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ മഞ്ഞിനേക്കാൾ തണുപ്പുള്ള ഒരു മഞ്ഞുമഴ പെയ്ത പോലെ എനിക്ക് തോന്നി. എങ്കിലും ഞാൻ ചോദിച്ചു, അങ്ങനെയുള്ള എൻ്റെ അനുവാണോ അവളുടെ ഏട്ടായിയുടെ ഒരു വാക്കുപോലും ചോദിക്കാൻ ഇറങ്ങിപ്പോയതും ഡിവോഴ്സ് നോട്ടീസ് അയച്ചു? ഞാൻ ചോദിക്കുമ്പോൾ അവൾ എന്നിലെ പിടി ഒന്നുകൂടി മുറുക്കി. അവളുടെ മുഖം എൻ്റെ പുറത്തേക്ക് അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, അതന്ന് ഏട്ടായി എൻ്റെ സങ്കടങ്ങൾക്കൊന്നും വില തരാതെ എന്നോട് വീണ്ടും വീണ്ടും സംസാരിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് ഏട്ടായി എന്നെ തനിച്ചാക്കി പോയെന്ന് മുതൽ ഏട്ടൻ്റെ അമ്മേനോട് പറയും. ഏട്ടായി ഞാൻ കണ്ണും കൈയും കാണിച്ച് മയക്കിയതാണെന്നും ചുളിവിൽ ഏട്ടായിയുടെ ജീവിതത്തിലേക്ക് കയറി പറ്റിയതാണെന്നും. എന്തോ ആ വാക്ക് കേൾക്കുന്ന ഓരോ നിമിഷവും ഞാനെങ്കിൽ ഇല്ലാതായി പോവുകയായിരുന്നു. ആദ്യം അമ്മയോട് നിശബ്ദ വാത്സ്യങ്ങളും പിന്നീട് എനിക്കതിന് പറ്റിയില്ല. ഞാനും തിരിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ വഴക്കായി, വാശിയായി. ഏട്ടൻ്റെ ആശ്വാസവാക്കുകളൊന്നും എനിക്കൊന്നും ആശ്വാസമായി തോന്നിയില്ല. അങ്ങനെ ഞാനെല്ലാം വീട്ടിൽ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, തന്നുവിട്ട സ്വർണ്ണം എടുത്ത് തിരികെ വീട്ടിലേക്ക് ചെല്ലാൻ. എന്തോ ആ നിമിഷം നാട്ടിലാത്ത ഏട്ടായിയുടെ വാക്കിനേക്കാൾ ആശ്വാസം എനിക്ക് കയ്യെന്ന ദൂരത്തുള്ള അച്ഛൻ്റെ വാക്കിലായിരുന്നു. പക്ഷെ അതൊന്നും ഏട്ടനെ പിരിയണമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയതും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, ഇനി നമുക്കവനെ വേണ്ടെന്ന്. അത് കേട്ട് ഞെട്ടിയെങ്കിലും എനിക്ക് അച്ഛനെ എതിർക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പേടി തന്നെയായിരുന്നു അതിൻ്റെ കാരണം. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു എന്നെ കൊണ്ടുപോകാൻ ഏട്ടായി വരുമെന്ന്. എന്നാൽ ഏട്ടായി വന്നുമില്ല, പിന്നെ എന്നെ ഒന്നും വിളിച്ചുമില്ല. അതോടെ ഞാൻ തളർന്നു. ആ ദിവസങ്ങളിൽ എനിക്കൊരു കൈത്താങ്ങൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ അവസാനം ഞാനും അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. എന്നെ വേണ്ടാത്ത ഏട്ടായിയെ നിയമപരമായിട്ട് ഉപേക്ഷിക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുനീർ വീണ് എൻ്റെ പുറ മഞ്ഞിൻ്റെ തണുപ്പിലും പൊള്ളുന്നുണ്ടായിരുന്നു. അവൾ തുടർന്നു, അന്ന് കോടതിയിൽ വെച്ച് ഏട്ടായിയെ വീണ്ടും കണ്ടപ്പോൾ ഓടിയൊന്ന് കെട്ടിപ്പിടിക്കാനായിരുന്നു ആദ്യം തോന്നിയത്. പക്ഷെ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിന്ന് നിങ്ങളോട് എനിക്ക് ദേഷ്യം തോന്നി, പിന്നെ വാശിയും. അങ്ങനെ ഈ 5 മാസം ആ വാശിയുടെ പുറത്ത് ഞാൻ പിടിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ യാത്രയിൽ ഇത്ര അടുത്ത് വീണ്ടും ഞാൻ എൻ്റെ ഏട്ടായിയെ കണ്ടപ്പോൾ, ഈ ദേഹത്തിൻ്റെ ചൂട് തട്ടി തുടങ്ങിയപ്പോൾ, ഈ വിയർപ്പിൻ്റെ മണം എന്നിലേക്ക് അടിച്ചു തുടങ്ങിയപ്പോൾ എനിക്കറിയില്ല എൻ്റെ ദേഷ്യം, വാശി അതൊക്കെ എവിടെ പോയെന്ന്. ഈ കള്ളച്ചെറുക്കനെ വിട്ടുകളയില്ലേ എന്ന് എന്തിനാ എൻ്റെ മനസ്സിനോട് പറയുന്നതെന്ന് എനിക്കറിയില്ല. വിതുമ്പലോട് അവൾ അതും പറഞ്ഞ് എന്നിലെ പിടിമുറുക്കുമ്പോൾ ഞാനും കരഞ്ഞു പോയിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു, എൻ്റെ പേടി. അതെവിടെ പോയി? അപ്പോഴേക്കും ഞങ്ങൾ ആ ഇരുട്ടിനെയും മൂടൽമഞ്ഞിനെയും വകഞ്ഞു മാറ്റി ഏതോ ഉയർന്ന പ്രദേശത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ നല്ല വെളിച്ചം. ആ നിമിഷം പതിയെ അവളുടെ പിടി എന്നിൽ അയഞ്ഞു വരുന്നത് ഞാൻ അറിഞ്ഞു. മിററിലൂടെ ഞാൻ അവൾ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കൗതുകത്തോടെ അവിടെ ഉയർന്ന് പ്രകാശിക്കുന്ന ലൈറ്റ് ഹൗസിലേക്ക് നീളുന്നതാണ് ഞാൻ കണ്ടത്. ആ കറങ്ങുന്ന വെളിച്ചത്തെ അത്ഭുതത്തോടെ നോക്കുന്ന അവൾക്കായി ഞാൻ ബുള്ളറ്റ് നിർത്തി. ഞാനത് പറയുമ്പോൾ അവൾ ബുള്ളറ്റിൽ നിന്നിറങ്ങി. അവളെയും ചേർത്ത് പിടിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. അത് കുളമാവ് ഡാമിലേക്കുള്ള വഴിയായിരുന്നു. ഡാമിൻ്റെ ലൈറ്റ് ഹൗസ് വെളിച്ചമാണ് ഞങ്ങൾ കണ്ടത്. രാത്രി ആയതുകൊണ്ട് ഡാമിലേക്ക് പ്രവേശനമില്ലായിരുന്നു. തിരിച്ച് ഞങ്ങൾ ബുള്ളറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ ഞാൻ അവളെ ഒന്ന് വിളിച്ചു. അവൾ എന്നിലേക്ക് നോട്ടം മാറ്റി എനിക്ക് അഭിമുഖമായി നിന്നു. സോറി മോളെ, നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചില്ല. എൻ്റെ വാക്കുകൾ അവൾക്ക് മുമ്പിൽ മുറിഞ്ഞു. അന്ന് എൻ്റെ അനുവിനെയും കൂടി എൻ്റെ അടുത്ത് ദുബായിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് നീ എന്നോട് പിണങ്ങിപ്പോയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു അതിനുള്ള പണം ഞാൻ ഉണ്ടാക്കിയതും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. എല്ലാം നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി നിന്നിൽ നിന്ന് മറച്ചു വെച്ച് ഞാൻ കാത്തിരുന്നപ്പോഴാണ് നീ പോയത്. എന്തോ
അതറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എന്നാലും പിന്നീട് ചിന്തിച്ചപ്പോൾ മോള് ചെയ്തതിനാണ് ശരിയെന്ന് തോന്നിയെങ്കിലും എവിടുന്ന് ഒരു ഈഗോ കൂടി എന്നിലേക്ക് കയറിക്കൂടിയിരുന്നു. അന്നൊരിക്കലും ഞാൻ മോളെ വിളിച്ചപ്പോൾ മോളെന്നോട് ചൂടായില്ലേ, അതുകൂടിയായപ്പോൾ എന്നിൽ ആ ഈഗോ വളർന്നു. അതോടെ ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കില്ലെന്നായി. എന്നാലും എൻ്റെ അനുവിൻ്റെ ഒരു വിളിക്കായി ഞാൻ കാത്തിരിക്കാതിരുന്നില്ല. പക്ഷേ ആ കാത്തിരിപ്പ് നിരാശയിൽ അവസാനിച്ചു. ആ നിരാശ പതിയെ വാശിയായി മാറി. ആ വാശി എന്നെ കോടതി വരെ എത്തിച്ചു. അത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അയ്യോ, കരയുന്നോ? അനുവിനും മനുക്കുട്ടി ഇത്രയേ ഉള്ളൂ. അതും പറഞ്ഞ അവൾ എൻ്റെ കണ്ണ് തുടച്ചു തന്ന ശേഷം എൻ്റെ കവിളിൽ പിടിച്ച് വലിക്കാനും തുടങ്ങി. ഞാനത് പറയുമ്പോൾ അവൾ എൻ്റെ കവിളിലെ പിടി ഒന്നുകൂടെ അമർത്തിക്കൊണ്ട് പറഞ്ഞു, അതെ ഏട്ടായിയുടെ ആ ഈഗോക്ക് വേദനിക്കാനാ ഞാൻ ഈ പിടിച്ച കേട്ടോ. ഇനിയെങ്ങനെ ആ ഈഗോക്ക് നമ്മുടെ ഇടയിലേക്ക് വരണമെന്നങ്ങനെ തോന്നിയാ ഈ വേദന ഓർത്തങ്ങ് പോയിക്കോളും. കുസൃതിയോട് അവൾ അതും പറഞ്ഞ് എൻ്റെ കവിളിലെ പിടി ഒന്നുകൂടെ മുറുക്കി വലിച്ച്. ആഹാ, എന്നാ അങ്ങനെയാണോ? എന്നാ പിന്നെ എൻ്റെ മോളുടെ ഈഗയെ കൂടി ഞാനങ്ങ് ഓടിച്ചേക്കാം. അതും പറഞ്ഞ് ഞാൻ അവളെ വലിച്ചെന്നെ നെഞ്ചിലേക്കിട്ട് അവളെ അമർത്തി കെട്ടിപ്പിടിച്ചു. ആ ഏട്ടാ, ഇങ്ങനെ ഞെരിക്കല്ലേ, ഇനി ശ്വാസം മുട്ടുന്നു. അച്ചോടാ, ഇത്രയും പതുക്കെ ഞാനൊന്ന് പിടിച്ചപ്പോഴേക്കും പെണ്ണിനെ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ പെണ്ണ് ചത്തുവല്ലോ. കുസൃതിയോടെ ഞാനത് പറയുമ്പോൾ അവൾ എന്നെ നെഞ്ചിൽ അമർത്തിയൊന്ന് നുള്ളി. അയ്യടാ, നുള്ളി കൊല്ലാതെടി. വേദനയോട് ഞാൻ അവളെ പിടിവിട്ടതും അവൾ എൻ്റെ അടുത്ത് നോടി ബൈക്കിൻ്റെ അടുത്തെത്തിയിരുന്നു. മീശയിൽ നിന്ന് തടവിക്കൊണ്ട് ഞാൻ അവളുടെ പുറകെ നടന്നു. അന്നത്തെ ആ മൂന്നാർ യാത്ര ഇടുക്കി വരെ എത്തിയപ്പോഴേ ഞങ്ങളുടെ പിണക്കം മാറി. വഴിതെറ്റിച്ച് ഞങ്ങൾ ആ കാട്ടിലൂടെ വിട്ട ഗൂഗിൾ ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ജീവിതം അവിടെ തുടങ്ങിയത്. അന്ന് ഞങ്ങൾ ഇടുക്കിയിൽ തങ്ങി. പിറ്റേന്ന് വീണ്ടും ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്ന വഴിയിലൂടെയൊക്കെ തന്നെ ചുറ്റിത്തിരിഞ്ഞാണ് മൂന്നാർ എത്തിയത്. അതും 6 മണിയോടെ. ചേച്ചിയുടെ സഹായം കൊണ്ട് അന്നൊരു ദിവസം മുഴുവൻ ഞങ്ങൾ ഇടുക്കി ജില്ല ചുറ്റിയാണെന്നെങ്കിലും ഒരു തേയിലത്തോട്ടം പോലും അവിടെയെങ്കിലും കണ്ടില്ല. വേറൊന്നുമില്ല, എല്ലാ ഊടുവഴികളായിരുന്നു ചേച്ചി പറഞ്ഞു തന്നത്. എന്നാലും ഞങ്ങൾക്ക് ചേച്ചിയോട് പരിഭവമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇടുക്കിയിൽ കാണാതെ പോയ തേയിലത്തോട്ടങ്ങൾ ഞങ്ങളവിടെ മൂന്നാർ നടന്നാൻ കണ്ടു. ഒരു ദിവസമില്ല, ഒരു മാസം. എൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ ഒരു മാസം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചു. അവസാനം ഞങ്ങളവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും ഞാനൊരു അച്ഛനാവാൻ തയ്യാറെടുത്തിരുന്നു. അതുതന്നെ, എൻ്റെ അനു ഗർഭിണിയായിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഞങ്ങളുടെ ഫോണുകൾ ഓഫായിരുന്നു. അതിനിടയിൽ മക്കളെ കാണാതെ ഓടിയിടന്ന് 2 വീട്ടുകാരങ്ങ് ഒത്തു. പിന്നെ കോടതി. പരസ്പരം പറഞ്ഞു തീർക്കേണ്ട ഇത്രയും ചെറിയ വഴക്കുകൾക്ക് വേണ്ടി കോടതിയുടെ വിലയേറിയ സമയം കളഞ്ഞതിന് ജഡ്ജി ഞങ്ങളെ നന്നായിട്ടൊന്ന് കുടഞ്ഞു. എന്നാലും ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉപദേശിച്ചാണ് പറഞ്ഞു വിട്ടു. ഇനി കാത്തിരിപ്പാണ്, ഞങ്ങളുടെ അനിക്കുട്ടിക്കായുള്ള കാത്തിരിപ്പ്. അതുകൊണ്ട് ഇനി നിങ്ങളൊക്കെ പോയി, ഞങ്ങൾ ഈ ലോകത്ത് ഞങ്ങൾ മാത്രം മതി.